ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും റെസിപ്പി ഇടുന്നു. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് സങ്കടം ആവണ്ട. അത് കാരണം ഞാൻ എന്തായാലും ഒരു ഈസി റെസിപ്പി ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു ചപ്പാത്തി റോൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. അതുമാത്രമല്ല ക്ലീനിങ്ങും DIY ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സബോള ഒരെണ്ണം വലുതരിഞ്ഞത്, തക്കാളി ഒരെണ്ണം വലുതരിഞ്ഞത്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ പേസ്റ്റ് എടുക്കാം, ഒരു തണ്ട് വേപ്പില. പൊടികൾ വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 2-3 ടീസ്പൂൺ എടുക്കാം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ അതായാലും മതി, ഒരു 1/2 കപ്പ്. പിന്നെ സോയ ചങ്ക്സ് എന്ന് പറഞ്ഞ സംഭവം മേടിക്കാൻ കിട്ടുമല്ലോ, അത് 1/2 കപ്പ് എടുത്തിരിക്കണേ. എന്നിട്ട് അത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് എന്താ പറയുക വെച്ചിട്ട് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരുമ്പോൾ ഒരു കപ്പോളം ആവും ഇത്. എന്നിട്ട് അതിൽ വെള്ളം നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കളയുന്നത്. അതിൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ല, വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ നന്നായി സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് അരിയണം. അപ്പോൾ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. പിന്നെ വേണ്ടത് ചപ്പാത്തി. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ റോൾ ഉണ്ടാക്കണം. പിന്നെ വേണ്ടത് 2 വലിയ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ ഇത്രയ്ക്ക് ഐറ്റംസ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ആണെങ്കിൽ അത് മതി. എന്നിട്ട് പാൻ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ അരിഞ്ഞതായാലും ഇടാം. ഇട്ട് മൂത്ത് വരുമ്പോഴേക്കും സബോള ഇടാം. അല്ലെങ്കിൽ പേസ്റ്റ് പോലെ ഇരിക്കുന്ന അതിനെ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. സബോള കുറച്ച് കഴിയുമ്പോഴേക്കും ഇട്ടോ കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സബോള ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ സബോള പെട്ടെന്ന് വാടി കിട്ടും. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയും വേപ്പിലയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തക്കാളി ഞാനൊരു വലുതാണ് എടുത്തിരിക്കുന്നത്. അതെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിനൊരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും അങ്ങനെ അതെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികൾ, അതായത് ഗരം മസാല 2 ടീസ്പൂൺ, അതുപോലെ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അപ്പോൾ ഇത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് കൂട്ടിയൊക്കെ കൊടുക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഗരം മസാല കുറച്ചുള്ളതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. കാരണം അപ്പോൾ ഒരു ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ കുട്ടികൾക്ക് ഫീൽ ചെയ്യും. കാരണം സോയയ്ക്ക് ഒട്ടും അങ്ങനെ ഫ്ലേവറുള്ളൊരു സംഭവമല്ല അത്. നമ്മൾ ഉപ്പിട്ട് വെറുതെ തിളപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനങ്ങനെ രുചി വരണമെങ്കിൽ അതിലേക്കുള്ള മസാലകൾ നന്നായാലും മാത്രമേ അതിലേക്ക് ഇത്തിരിയും കൂടി പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ട് നന്നായിട്ട് മസാല മൊരിഞ്ഞ ശേഷം നമുക്കതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നൊരു കുഴമ്പം പോലെ ആവും. അപ്പോൾ അത് ചെയ്തിട്ട് അതൊന്ന് തിളച്ച ശേഷം അതിലേക്ക് ഗ്രീൻ പീസ്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് പാകത്തിനൊരു വേവായിരിക്കണം, വല്ലാണ്ട് കൂടാനും പാടില്ല. വേവിച്ച ഗ്രീൻ പീസ് ചേർക്കാം. ഫ്രോസൺ ആണെങ്കിൽ അതായാലും മതി, പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ, നമ്മൾ വേവിച്ച് അത് കഴിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ സോയയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കാരണം സോയയിൽ നമ്മൾ അതിലാ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പ്, അത് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റ് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നല്ല റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നല്ല പിള്ളേർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ല സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചൂടാറട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയിൽ ജസ്റ്റ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഇത് റോൾ ചെയ്തിട്ട് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലയൊന്നും പുറത്തേക്ക് പോകാതെ കുട്ടികൾക്ക് ടിഫിന് കൊണ്ടുപോയാലും വീട്ടിൽ കഴിക്കായാലും നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി റോൾ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി സോയ റോൾ എന്ന് കൂടി അരിഞ്ഞ് പറയാം നമുക്ക്. അത് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഞാനപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് താഴെ വീഡിയോയിൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുഞ്ഞൊരു റെസിപ്പി ഇട്ടത്. നിങ്ങൾക്ക് എന്താ പറയുക, കുറേ നീട്ടി വലിച്ച് ബോറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കഴിഞ്ഞു. കുറേ പേരൊക്കെ റെസിപ്പി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ബെഡ്ഷീറ്റും അടിക്കാനുള്ളൊരു സ്പ്രേ ആണ്. അതായത് ബെഡ്റൂമിൽ നല്ല സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ് സ്പ്രേ. ഇതിപ്പോൾ നോർമൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല, കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടണ കംഫർട്ട് വെച്ചിട്ട് അത് ഉണ്ടാക്കണേ. ഭയങ്കര എളുപ്പമാണ്. കംഫർട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് ടച്ചോ ഏതെങ്കിലും ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ എടുക്കുക. നിങ്ങൾക്ക് സ്മെല്ലുള്ള എന്തും എടുക്കാട്ടോ, എസെൻഷ്യൽ ഓയിൽ അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അത് ഭയങ്കര വിലയാണ്. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് കിട്ടണില്ല. പുൽത്തൈലാണെങ്കിൽ തറ തുളയ്ക്കുന്നതാണ്. അത് ബെഡ്ഷീറ്റും അടിച്ച ഒരു മാതിരി ഭയങ്കര സ്മെല്ല് എനിക്ക് ഇഷ്ടമായില്ല. ഇതാകുമ്പോൾ തുണികൾക്കുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ
ഒരു ടേബിൾ സ്പൂണോളം കംഫർട്ട് ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ 2 ഒഴിക്കാം, കാരണം സ്മെല്ല് ഭയങ്കരമായിട്ട് വരണ്ട വെച്ചിട്ടുണ്ട്. നമ്മൾ തുണികൾക്ക് ഒഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് അവർ ഒരു ചെറിയ മൂടിക ഒഴിക്കാൻ പറയണുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലിൽ ഒഴിക്കുമ്പോൾ അത്രയും കുറച്ച് മതിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഈ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് സ്മെല്ല് കിട്ടും. കാരണം കംഫർട്ടിനോ അല്ലെങ്കിൽ സോഫ്റ്റ് ടച്ചിനൊക്കെ ഒരു തുണികൾക്കുള്ളൊരു സ്മെല്ലാണല്ലോ അത്. അതുകൊണ്ട് അത് ലൈറ്റായിട്ട് മതിയിട്ടാ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ബെഡ്ഷീറ്റ് വിരിക്കുന്ന ദിവസം ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്ന ദിവസമാണെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ അടുത്ത് കുറച്ചായിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലൈറ്റായിട്ട് ചെയ്താൽ മതിയിട്ടാ. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ 3ാമത്തെ ഭാഗത്തേക്ക് എത്തി. നമ്മുടെ ബെഡ്റൂം ക്ലീനിങ്. എല്ലാവരും ഇനി ക്ലീനിങ് കണ്ട് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2-3 കാര്യങ്ങൾ കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ആക്കിയത്. പലർക്കും ക്ലീനിങ് തന്നെയാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. എന്നാലും ചിലവരുടെ വിചാരം ഞാൻ എപ്പോഴും ക്ലീനിങ് മാത്രം ചെയ്യണുള്ളൂ എന്ന് വിചാരിക്കുക. അതെനിക്ക് വിഷമം. എൻ്റെ ചാനലിലെ തീം അതായതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഓർഗനൈസിങ്, ക്ലീനിങ്, ക്രാഫ്റ്റ് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടോളോ. കാരണം ചിലർ ക്ലീനിങ് മാത്രം വന്ന് കണ്ടിട്ട് എന്താ ക്ലീനിങ് മാത്രമേ ഉള്ളൂ എന്ന് വന്ന് പറയാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. കാരണം മറ്റ് വീഡിയോസ് അവർ കാണുന്നില്ല. അതിന് മുൻപ് അതിൻ്റെ ഇടയിലൊക്കെ ഇട്ട ഇഷ്ടംപോലെ വീഡിയോസ് വേറെ സ്കിൻ കെയർ അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും കാണുന്നില്ല. അവർ വന്ന് കാണുന്നത് ക്ലീനിങ് ആണത്. അവരും ചിലപ്പോൾ അതാവും കാണാൻ നോക്കണേ. എന്നിട്ട് ചോദിക്കുക എന്താണ് ഇത് പോസ്റ്റ് ചെയ്യണേന്ന്. അപ്പോൾ എന്തായാലും ചാലഞ്ച് ഞാൻ എന്തായാലും ചെയ്യും. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേർക്ക് ഈ ചാലഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂം ക്ലീനിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അത് ഭയങ്കര മോട്ടിവേഷനാണെന്ന് അറിയണമായിരുന്നു. അപ്പോൾ ഇനി നമ്മളാദ്യം തന്നെ ബെഡ്റൂം ക്ലീനിങ്ങിൽ മ്യൂസിക് വേണ്ടാന്ന് കുറേ പേരൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മ്യൂസിക്കൊന്നും വെക്കുന്നില്ല. അപ്പോൾ മാറാല തട്ടിൽ തന്നെ സംഭവം സെയിം. ഏത് റൂമായാലും അങ്ങനെ തന്നെ മാറാല നന്നായി തട്ടിയെടുക്കുക. ഓക്കെ, മാറാല തട്ടിയെടുത്ത് ആ പൊടിയൊക്കെ താഴ്ത്ത് വീണ് കഴിയുമ്പോൾ നമുക്ക് ജനലുകളൊക്കെ തുടയ്ക്കണം. കർട്ടനൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഹോളിലെ കർട്ടനൊക്കെ ചിലർ ചോദിച്ചാൽ എങ്ങനെ കഴുകണേന്ന്. അത് ഞങ്ങൾ പുറത്ത് കൊടുത്താൽ കഴുകിക്കണം. കാരണം അത് ഭയങ്കര വെയിറ്റുള്ള കർട്ടനാണ്. 4 പീസൊക്കെ ഉണ്ട്. എൻ്റെ വാഷിംഗ് മെഷീനിലും അല്ലെങ്കിൽ കൈ കൊണ്ട് കഴുകാന്ന് വെച്ചത് ഭയങ്കര പാടാണ്. പക്ഷേ ഞങ്ങൾ ഈ ബെഡ്റൂമിൻ്റെ കർട്ടൻ വളരെ ഈസിയാണ്. ഞാനത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ അതനുസരിച്ച് അത് കഴുകും. ഇത് വളരെ എളുപ്പമാണ് ഇത് ഊരിയെടുത്ത് കഴുകാൻ. ഈ കർട്ടൻ, ബാക്കി കർട്ടൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാറാല ഫുള്ള് തട്ടി എടുത്ത ശേഷം ഞാൻ ഇനി ആ ജനലുകൾ ഒന്ന് പൊടി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ പൊടി തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ജനലുകൾ ഇനിയും കുറച്ച് എളുപ്പമുണ്ടാവും. കാര്യം എനിക്കിഷ്ടമല്ല, എന്നാലും കുറച്ചും കൂടി എളുപ്പമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ജനല തുടയ്ക്കണം കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഈ ഗ്ലൗസ് എവിടെ നിന്നാണ് മേടിച്ചത് എന്നൊക്കെ. ഒരു ബ്ലൂ കളർ ഗ്ലൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് മൈക്രോ ഫൈബർ ഗ്ലൗസ് എന്നിട്ട് കാറ് കഴുകണ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഏരിയയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. 2 ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വലിയ മോഡലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ മൈക്രോ ഫൈബർ ഗ്ലൗസ് എന്ന പേര് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് 40 രൂപ കണ്ട വില ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ അവിടെയൊക്കെ ആ സെക്ഷനിലൊക്കെ പോയി ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ ആ സെക്ഷനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇല്ലാതിരിക്കുന്നില്ല. എന്തായാലും നല്ല സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ പോയത് ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റ് ഒന്നല്ല, ഒരു ചെറിയ ഇതിലാണ്. അവിടെ ഇടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ റൂം ഫുൾ അടിച്ച് വാരാ. അതുപോലെ തന്നെ ഈ ചൂല് ഇത് എവിടുത്തെ വെടിയെന്ന് ചോദിക്കാറുണ്ട്. ഇതും ഞാൻ പറയാറുണ്ട് MCP ഇരിഞ്ഞാലക്കുട എന്നാണ് സൂപ്പർ മാർക്കറ്റ്, അവിടെ കിട്ടും. അതുപോലെ ഞങ്ങളുടെ അടുത്തൊക്കെയുള്ള കടകളൊക്കെ ഈ ചൂല് മോഡൽ കിട്ടുന്നുണ്ട് കേട്ടോ. പലരും ഇത് കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണണേന്നൊക്കെ ചിലർ. അപ്പോൾ അതുകൊണ്ട് ഈ ചൂല് നല്ല സുഖമാണ്. അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ അടിക്കാൻ പറ്റുമെന്ന് ചിലർ ചോദിച്ചിരുന്നു. പിന്നെ എന്താ ഈസി ആയിട്ട് അടിക്കാം. കുറച്ചൊന്ന് കുമ്പിടണം. വന്നാലും എനിക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചൂലുമ്പോൾ പിടിക്കും. മറ്റേ സാധാരണ പുല്ല് ചൂലിൻ്റെ പോലെ. അതുപോലെ അതിൻ്റെ ഈ പുല്ല് ചൂല് കുറേ കഴിയുമ്പോഴേക്കും അതിൻ്റെ അതൊക്കെ വിട്ടുപോരും. പക്ഷേ ഇത് എത്ര നാളായെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അതിൽ 2 ഉണ്ട്, ഒരു പിങ്ക് ഒരു യെല്ലോ. ഒരു കേടുമില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് പൊടി തുടയ്ക്കാണ്. മേശമുള്ള ഐറ്റംസൊക്കെ. മേശമ്മൻ്റെ കുറച്ച് ഐറ്റംസ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് ചുമരുമ്പോൾ തൂക്കിയിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതൊന്നും ആണി അടിച്ച് തൂക്കാനോ അതൊന്നും പറ്റിയില്ല. അത് കാരണം ഫുൾ സാധനങ്ങളും മേശമ്മ തന്നെ ഇരിക്കുക. എന്തായാലും ഒന്ന് അത് ചെയ്യണം. അതിപ്പോൾ എന്തായാലും ടൈം കിട്ടിയിട്ടില്ല. പ്ലേ ബട്ടനൊക്കെ കിട്ടിയിട്ട് ടേബിൾ തന്നെ ഇരിക്കുന്നത്. അതൊക്കെ ഒരു നല്ല സ്പോട്ട് ഉണ്ടാക്കി അത് കറക്റ്റ് വെക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല. അതിൻ്റെ ഇടയ്ക്കോടെ എനിക്ക് സുഖമില്ലാണ്ടായി. അപ്പോൾ ഒക്കെ കൂടിയായിപ്പോൾ പനിയൊക്കെ വന്ന് ആകെ വയ്യാതൊക്കെ ആയി. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഇനിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾ പൊടി തുടച്ചിട്ടാണ്. ടേബിളൊന്നും ഫുള്ള് സാധനങ്ങൾ എടുത്ത് മാറ്റണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ടേബിളിൽ നിന്ന് കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ അതെനിക്ക് മാറ്റാനും പറ്റില്ല. കാരണം എൻ്റെ പ്ലാനറും ഇതൊക്കെ അവിടെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡിൻ്റെ സൈഡിൽ നിങ്ങളുടെ അവിടെ ടേബിളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഓർഗനൈസ് ചെയ്യുക. അതുപോലെ ഇതെന്ത് ബോക്സാണെന്ന് കുറേ പേര് ചോദിച്ചിരുന്നത്. കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് സ്റ്റൂള് പോലെ നമുക്ക് ഇരിക്കാനും പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ബുക്സ് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മൂടിക ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ എന്താ പറയുക, അതിൻ്റെ അടുത്ത് എൻ്റെ അലാറം അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു ബോക്സാണത്. അത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക, അറിയില്ല എവിടെ കിട്ടാന്ന്. ഇനി അവിടെയുള്ള ഷെൽഫുകളും ക്യാബിനറ്റുകളും ഒക്കെ ഞാൻ തുടച്ചിടാണ്. കബോർഡും അതൊക്കെ തുടച്ചിടാണ്.
അപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ അലമാരി ആയതുകൊണ്ട് അത് മാഗ്നറ്റുകളാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് പല പല കളറിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സൊക്കെ അത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇത് മാഗ്നറ്റ് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ളും ഞാൻ ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചെടുത്തിരിക്കുകയാണ്. ഇനി അടുത്തതുള്ളത് ഡോറ്, അതുപോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെ ഐറ്റംസ് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അത് തുടയ്ക്കാനുള്ള സ്പ്രേ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, മുമ്പായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപയോഗിച്ച് ഞാൻ എൻ്റെ കട്ടിലും അതുപോലെ തന്നെ ഡോറും ഫുൾ തുടച്ചിടാണ്. അത്രയ്ക്കേ ഉള്ളൂ മരത്തിൻ്റെ ഐറ്റംസ് ഉള്ളത് റൂമിൽ. അപ്പോൾ അത് ഫുള്ളും തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഫുൾ ബെഡ് തുടച്ചു വിട്ടാൽ ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട്. ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ബെഡ് കവർ ഉണ്ട്, അത് ഞാൻ എടുക്കണില്ല. അപ്പോൾ അത് ബെഡുമ്പോൾ തന്നെയാണ് ആ വൈറ്റ് കളർ കാണുന്ന ബെഡ് കവറാണ്. അപ്പോൾ അതിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒരു ബെഡ്ഷീറ്റാണ് വിരിക്കുന്നത്. ഇത് ഞങ്ങൾ ബിഗ് ബസാറിൽ പോയപ്പോൾ മേടിച്ചതാണത്. കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് അവിടെ നിന്ന് ബെഡ്ഷീറ്റ്സ് ഒക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതും കൂടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ഫുള്ളി ക്ലീനായി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഫ്ലോർ തുടയ്ക്കണം. അത് കഴിഞ്ഞാൽ ഫ്ലോർ ഫുൾ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. മോപ്പ് വെച്ച് തുടയ്ക്കാണല്ലോ. അപ്പോൾ അത് ഈ സ്പീഡ് മോപ്പിനെ പറ്റിയൊക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. കുറേ പേരൊക്കെ ട്രൈ ചെയ്തു, നന്നായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് മേടിച്ച് നോക്കിയില്ലോ, അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഞാൻ കുഷ്യൻസ് വെക്കുന്നത് റെഡ് തന്നെ വെക്കുന്നത്, കാരണം വാലന്റൈൻസ് ഡേയുടെ ആ കുറച്ച് ഡെക്കറേഷനൊക്കെ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ളൂ, ഞാൻ മാറ്റണില്ല. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ സ്പ്രേ ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ് സ്പ്രേ എന്ന് പറഞ്ഞ സംഭവം, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ബെഡ്മേ. വളരെ ലൈറ്റായിട്ട് അടിക്കണമല്ലോ കേട്ടോ. സ്പ്രേ മോഡലിലാക്കിയിട്ട് അടിച്ചോളാം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് പെട്ടെന്ന് നനയും. അപ്പോൾ സ്പ്രേ പോലെ ആകുമ്പോൾ ഇത്തിരി വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ബ്ലാങ്കറ്റുമ്മയും ഒന്ന് ലൈറ്റായിട്ട് അടിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, കാരണം തുണികളുമേ യൂസ് ചെയ്യുന്നതാണ്, സേഫാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ അടിച്ചു. ബെഡ്റൂം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ റൂം എടുക്കുമ്പോൾ എന്ത് ഫ്രഷ്നെസ് ആണെന്ന് അറിയും. റൂമിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജിയാണ്. എടുക്കാനായാലും മാത്രമല്ല, നമുക്ക് അവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യാനും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്ക് നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ.